നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. തേങ്ങ എല്ലാം അരച്ച് ചേർത്തിട്ട് ഉള്ള ഒരു മീൻകറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. മത്തി വെച്ചിട്ടാണ് കറി റെഡിയാക്കുന്നത്. മത്തിയെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉള്ളിയുടെ പകുതിയും കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി കറി റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെളിച്ചെണ്ണ, ഓയിൽ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് തേങ്ങ അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി മുളക് പൊടിയുടെ ആവശ്യമില്ല. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിലേക്ക് മീനെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഈ മീനെല്ലാം ഒന്ന് മുങ്ങിക്കെടുക്കുന്ന പരുവത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. മത്തിക്ക് ചെറിയൊരു ഉപ്പുണ്ട്. എത്ര ഉപ്പില്ല എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും കറി വെച്ച് കഴിയുമ്പോഴത്തേനും കുറച്ച് ഉപ്പ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപ്പെല്ലാം മത്തിയിൽ നിന്ന് കുറച്ച് കറിയിലോട്ടെല്ലാം ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേനെല്ലാം ഒന്ന് റെഡിയായി കിട്ടും. ഇപ്പോൾ ഒരു ഹാഫ് വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സമയത്ത് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാങ്ങ എല്ലാം ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള മാങ്ങ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം മുന്നേ എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാങ്ങ എല്ലാം ഒത്തിരി അങ്ങോട്ട് വെന്തുടഞ്ഞു പോവും. പിന്നെ നമുക്ക് കഴിക്കാൻ നേരത്തെ മാങ്ങ കഷ്ണമായിട്ട് കിട്ടില്ല, എല്ലാം വെന്ത് പോയിണ്ടാവും. അപ്പോൾ അത് കഷ്ണമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് റെഡിയായി വരുമ്പോഴത്തേന് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയിൽ കുറച്ച് ചെറിയ ഉള്ളി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി കൂട്ടി അരച്ചെടുക്കാം. ഇപ്പോൾ കറിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. മീനും മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഞാനിവിടെ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഉപ്പില്ലാത്ത മത്തിയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കണം. ഇവിടെ കുറച്ച് ഉപ്പുള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ലാസ്റ്റാണ് കറിയിലിട്ട് കൊടുക്കാറ്. ഇനി തേങ്ങ അരച്ചതെല്ലാം ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് മീനെല്ലാം കുത്തി ഇളക്കി പൊടിച്ച് കളയരുത്. പതുക്കെ വേണം ചെയ്യാനായിട്ട്. തേങ്ങ എല്ലാം അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി അങ്ങോട്ട് ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് എല്ലാം ഒന്നാകുമ്പോഴത്തേന് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ അത് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒത്തിരി അങ്ങോട്ട് ഇട്ടിട്ട് തിളപ്പിക്കാതെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം. മീനും മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. മാങ്ങ ഒത്തിരി അങ്ങോട്ട് വെന്ത് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും മീൻ പകുതി വേവാകുമ്പോഴാണ് മാങ്ങ ഇട്ട് കൊടുക്കാറ്. ഇപ്പോൾ കറിയെല്ലാം നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മത്തിയിൽ മാങ്ങ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വറവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ടാണ് വറവ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മത്തിയിൽ മാങ്ങ ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ടും വെക്കാം, തേങ്ങ അരയ്ക്കാതെയും വെക്കാം. എങ്ങനെ വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. നല്ല നെയ്യുള്ള മത്തിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.